സ്കൂൾ തുറക്കുമ്പോഴേക്കും യൂണിഫോമും സ്കൂൾ ബാഗും വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും തിരഞ്ഞെടുക്കേണ്ടത്. കഴിഞ്ഞ വേനലവധിക്കാലത്ത് വാട്ടർ ബോട്ടിൽ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ ടിഫിൻ ബോക്സുകളെ പറ്റി ആവട്ടെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ടിഫിൻ ബോക്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ. രണ്ടാമത്തേത് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ്. മൂന്നാമത്തേത് പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സുകൾ. പിന്നെയുള്ളത് ഹോട്ടലുകളിൽ നിന്നും ഫുഡ് കൊടുത്തയക്കാൻ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്. ഇതിൽ ഏതാണ് നല്ലത്? നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം? ഇതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗ്ലാസ് പാത്രങ്ങൾ തന്നെയാണ്. ഇത് വളരെ സേഫ് ആണെന്ന് മാത്രമല്ല, മൈക്രോവേവബിൾ ആണ്. അതുപോലെ തന്നെ ഭക്ഷണം ചൂടോടുകൂടി എടുത്താലും മറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ രുചിക്കോ മണത്തിനോ യാതൊരു മാറ്റവും വരുന്നതുമില്ല. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതിന് വെയിറ്റ് കൂടുതലുണ്ട്. കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ ഇത് താഴെ വീണുടഞ്ഞ് പൊട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മുതിർന്ന കുട്ടികൾ ഗ്ലാസ് പാത്രങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ചെറിയ കുട്ടികളാവുമ്പോൾ ഇത് താഴെ വീണ് ഗ്ലാസ് പൊട്ടി കൈയും കാലുമൊക്കെ മുറിയാനായിട്ടുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുകയും വേണം. അപ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ അത് ഗ്ലാസ് പാത്രങ്ങൾക്ക് തന്നെയാണ്. മുതിർന്ന ആളുകൾക്ക് ഓഫീസിലും മറ്റും കൊണ്ടുപോകാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഇനി അടുത്ത ഓപ്ഷൻ സ്റ്റീൽ പാത്രങ്ങൾ. നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ പല മോഡിഫിക്കേഷൻസിൽ ഇന്ന് അവൈലബിൾ ആണ്. ഉള്ളിൽ ചെറിയ പാത്രങ്ങളുള്ളത്, ഒരുപാട് പാർട്ടീഷൻസ് ഉള്ളത് കറികളൊക്കെ വെക്കാനായിട്ട്. ഈ സ്റ്റീൽ പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ താഴെ വീണാലും പൊട്ടില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഈ സ്റ്റീൽ പാത്രങ്ങൾക്കുണ്ട്. സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഹൈ ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ ചൂടുള്ള ഭക്ഷണം എടുത്താലും കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉള്ളിൽ സംഭവിക്കുന്നില്ല. പക്ഷേ എല്ലാ സ്റ്റീൽ പാത്രങ്ങളും മൈക്രോവേവബിൾ അല്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടീഷൻസ് ഉള്ള സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ബ്രഷും സോപ്പും ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ആക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ അവിടെ നിന്ന് തന്നെ, സ്കൂളിൽ നിന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നമ്മളുടെ സൈഡിൽ നിന്ന് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വയ്ക്കാം. അതല്ലാതെ രാത്രിയിൽ മറന്നുപോയി ബാഗിൽ തന്നെ കിടന്ന് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഉപയോഗിക്കുന്നത് അസുഖങ്ങളിലേക്ക് വഴിതെളിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഇനിയുള്ളത് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, കുട്ടികൾക്ക് കൊണ്ടുപോകാനും വളരെ എളുപ്പമായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. പ്ലാസ്റ്റിക് കുപ്പികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് നമ്പർ തിരഞ്ഞെടുക്കണമെന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തന്നതാണ്. എന്നിരുന്നാലും നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. BPA ഫ്രീ ആണോ എന്നൊക്കെ നോക്കണം. അതുപോലെ തന്നെ ചൂടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ കെമിക്കൽ റിയാക്ഷൻസ് വരാം. ഇത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ചേഞ്ച് ചെയ്യും. അത് മാത്രമല്ല ഇൻഫ്ലമേഷൻസും മറ്റും കൂടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് വെള്ളക്കുപ്പികളുടെ സ്ഥിതി. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കുട്ടികൾക്ക് വെള്ളം കൊണ്ടുപോകാൻ കൊടുക്കാതിരിക്കുന്നതാവും നന്നാവുക. പിന്നെയുള്ളൊരു ഓപ്ഷൻ, നമ്മൾ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഭക്ഷണം വാങ്ങിക്കുമ്പോൾ സിംഗിൾ യൂസിനായിട്ട് തരുന്ന ഇതേപോലത്തെയുള്ള പാത്രങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഡെയിലി ഉള്ള ആവശ്യത്തിന് ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പലരും ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോഴുള്ള ഉപയോഗത്തിന് പെട്ടെന്ന് എടുക്കുക, പാക്ക് ചെയ്യുക. ഇത്തരം കവേഴ്സും വീടുകളിൽ പോലും വാങ്ങിച്ച് വെക്കുന്നവരുണ്ട്. അച്ചാറും തോരനും മറ്റും എടുക്കാനായിട്ട് റബ്ബർ ബാൻഡ് കെട്ടി ഇങ്ങനെ കൊടുത്തയക്കുന്നു. ഇതാവുമ്പോൾ കഴുകാതെ തന്നെ വേസ്റ്റിലേക്ക് ഇടാമെന്നുള്ള ഒരു ഓപ്ഷൻ വലിയ കുട്ടികളൊക്കെ ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ ഇത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്നതിന് തെറ്റില്ല. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം പാത്രങ്ങൾ ഡെയിലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. പാത്രങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള കവറുകളിലും ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് ചൂടുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ പാക്ക് ചെയ്യുന്നതാണ്. ഇത് ചൂടോടുകൂടി ഉച്ചവരെ ഇരിക്കുമ്പോഴേക്കും ഇതിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ഒക്കെ റിയാക്ട് ചെയ്ത് നമുക്ക് വളരെ ലോങ് ടേം ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുമക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ സ്കൂളിൽ തന്നെ മറന്നു വയ്ക്കും. ഇത് ദിവസേനയുള്ള ഒരു ശീലമാകുമ്പോൾ പേരൻസിന് എപ്പോഴും പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ
വാഴ വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു ചെറിയ വാഴയില വെട്ടി അതൊന്ന് വാട്ടി ഇതിനകത്ത് ചോറും കറികളും ഒക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു രുചി വേറെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ പഴയ ശീലങ്ങളിലേക്കൊന്ന് പോകുന്നതും വളരെ നല്ലതാണ്. പിന്നെയുള്ളത് ബ്രാസ് എന്ന ഓപ്ഷനാണ്, പിത്തള. ഇത് കോപ്പറും സിങ്കും ചേർന്നിട്ടുള്ള ഒരു അലോയ് ആയതിനാൽ ചൂടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരാം. ഇത് കാണാൻ വളരെ ഭംഗിയുള്ള ഒന്നാണ്. എന്നാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കഴിയുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ടിഫിൻ ബോക്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി സ്കൂൾ ഷോപ്പിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. സ്കൂൾ ബാഗും യൂണിഫോമും ഒക്കെ തിരഞ്ഞെടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മുടെ വെള്ളക്കുപ്പികളും ടിഫിൻ ബോക്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.